വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊല നടത്തിയ 2-3 മണിക്കൂറുകൾ കൊണ്ട് സഹോദരനെ അടക്കം കൂട്ടുകാരിയെ അടക്കം 4 പേരെ കൊലപ്പെടുത്തിയ യുവാവ് അഫാൻ, അതുപോലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ കോഴിക്കോട് കൊലപ്പെടുത്തിയ ഷഹബാസ്, ഈ സംഭവങ്ങളിൽ ആർക്കാണ് ഉത്തരവാദിത്വം എന്ന ചർച്ച സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. രക്ഷിതാക്കൾ കുട്ടികളെ വളർത്തുന്നതിൽ വരുന്ന പിഴവാണോ, സാങ്കേതിക വിദ്യകളുടെ വളർച്ചയാണോ, ഇൻസ്റ്റഗ്രാമും അതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ സഞ്ചാരമാണോ കാരണം, മാധ്യമങ്ങളാണോ പ്രതിസ്ഥാനത്ത്, സിനിമയാണോ ഇതിനെല്ലാം ഉത്തരവാദി? ഇത്തരത്തിൽ ചർച്ചകൾ വളരെ സജീവമാണ്. എന്നാൽ ഭരണകൂടത്തിനും ഭരിക്കുന്ന സർക്കാരിനും ഈ സംഭവങ്ങളിൽ ഒരു ബാധ്യതയും ഇല്ലേ? രാജഭരണകാലത്തായാലും ജനാധിപത്യ സർക്കാരിൻ്റെ ഭരണത്തിലായാലും ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് ആ സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ചുമതലയാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കൾ, അവരാണ് ഈ സംഭവങ്ങൾ പ്രതിരോധിക്കാനുള്ള, ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസും എക്സൈസും അതുപോലുള്ള എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളും പരാജയപ്പെടുന്നത്? മയക്കുമരുന്നുകൾ കടൽ വഴിയും ആകാശം വഴിയും രാജ്യത്തേക്ക് എത്തുന്നത് തടയാൻ, അതിൻ്റെ കുത്തൊഴുക്ക് തടയാൻ കേന്ദ്ര ഭരണകൂടത്തിന് കഴിയേണ്ടതാണ്. സംസ്ഥാനങ്ങളിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാൻ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ മിഷനറികൾക്ക്, പോലീസിനും എക്സൈസിനും ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് കഴിയേണ്ടതാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ മേൽ, കുട്ടികളുടെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ഭരണകൂടങ്ങൾക്ക് കഴിയില്ല. ഉദാഹരണത്തിന് നവകേരള യാത്രാ സമയത്ത് അതിനെതിരെ കരിങ്കൊടി കാണിച്ച, പ്രതിഷേധിച്ച KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് DYFI പ്രവർത്തകർ ആക്രമിച്ചു. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? അത് ആക്രമണമല്ല, അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. പാഞ്ഞു വരുന്ന ഈ നവകേരള ബസ്സിന് നേരെ ചാടി വീണ് ആത്മഹത്യാ സ്ക്വാഡുകളായി മാറിയ ചെറുപ്പക്കാരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് അക്രമികൾ ചെയ്തത് എന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് ആവർത്തിച്ച് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വെച്ച് നിസ്സഹായരായ പ്രതിഷേധക്കാരെ ചെടിച്ചട്ടി കൊണ്ട് മാരകമായി തല്ലുമ്പോൾ പോലീസ് പോലും നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് അതേ നവകേരള യാത്ര ആലപ്പുഴ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാർ ഗൺമാൻ അടക്കം ഇറങ്ങി പോലീസ് കസ്റ്റഡിയിലെടുത്തു വെച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൊതിരെ തല്ലിയപ്പോഴും മുഖ്യമന്ത്രി അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് ആവർത്തിച്ചു. അപ്പോൾ ഒരു ഭരണാധികാരി, 3.5 കോടി ജനതയുടെ മുഖ്യമന്ത്രി ഇത്തരത്തിലാണ് തൻ്റെ കൺമുന്നിൽ കണ്ട ഒരു അക്രമത്തെ വിശേഷിപ്പിക്കുന്നത് എന്ന് വന്നാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും യുവാക്കളും ഏതു തരത്തിലായിരിക്കും കുട്ടികൾ ഇതിനെ നോക്കിക്കാണുക? ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. 5 വിദ്യാർത്ഥികളെയാണ് പിടികൂടിയിട്ടുള്ളത്. അവർ തമ്മിലുള്ള സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അവർ ടെലഫോണിലൂടെ, അവരുടെ ഗ്രൂപ്പുകളിലൂടെ അവർ പറയുന്നത് ഈ കേസ് നിലനിൽക്കില്ല എന്നും ആൾക്കൂട്ട കൊലപാതകം സംഭവിച്ചാലും ശിക്ഷിക്കപ്പെടില്ലെന്നും SSLC പരീക്ഷയായതുകൊണ്ട് പരീക്ഷ എഴുതാൻ അനുവദിക്കുമെന്നും കേസ് നാളെ തള്ളിപ്പോകും എന്നുമെല്ലാമാണ് അവർ പറയുന്നത്. ആലോചിച്ചു നോക്കൂ. അപ്പോൾ അവരുടെ മർദ്ദനമേറ്റ ഈ കുട്ടി ഷഹബാസ് മരിച്ചു പോകും എന്ന് പോലും അവർക്കറിയാം. അപ്പോൾ അവർ അതിൻ്റെ നിയമവശങ്ങൾ പോലും ചർച്ച ചെയ്യുന്നു. പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് വലിയ ശിക്ഷ ഉണ്ടാവില്ല, ആൾക്കൂട്ട ആക്രമണമാണെങ്കിൽ വേണ്ടത്ര ശിക്ഷ വരില്ല, ഈ കേസ് കോടതിയിൽ തെളിയിക്കാനാവില്ല, പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തങ്ങൾ രക്ഷപ്പെടും.
ആലോചിച്ചു നോക്കൂ, തങ്ങൾ മർദ്ദിച്ച കുട്ടി മരിക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരമില്ലായ്മ മാത്രമല്ല ഈ ആക്രമണത്തിന് പിന്നിൽ. കുറ്റവാസന കുട്ടികളിൽ, വിദ്യാർത്ഥികളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ വ്യാപകമാണ് എന്ന് തെളിയിക്കുന്നതാണ് കോഴിക്കോട്ടെ ഷഹബാസിൻ്റെ മരണം. അതുപോലെ വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ കാര്യമെടുത്താൽ, അഫാൻ എന്തിനാണ് അച്ഛൻ്റെ അമ്മയെയും കൂട്ടുകാരിയെയും ഇളയ സഹോദരനെയും അമ്മയെയും അച്ഛൻ്റെ സഹോദരനെയും ഭാര്യയെയും എല്ലാം ആക്രമിച്ചത്, 4 പേരെ കൊലപ്പെടുത്തിയത് എന്ന് കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധികളാണ് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ക്രൂരമായ കൊലപാതകത്തിലേക്ക് ആ യുവാവിനെ കൊണ്ടെത്തിച്ചത് എന്താണ് എന്ന് ഇതുവരെ വ്യക്തമല്ല. എന്തായാലും മയക്കുമരുന്നിന് അടിമയാണോ ഈ യുവാവ് എന്ന കാര്യം തന്നെ ഈ കൂടുതൽ പരിശോധനകളിൽ പുറത്തു വരേണ്ട വിഷയമാണ്. ഏറ്റവും വിചിത്രം, അമ്മയെ ആക്രമിച്ച് മുറിയിൽ ഇട്ട ശേഷം അച്ഛൻ്റെ സഹോദരനെയും ഭാര്യയെയും അച്ഛൻ്റെ അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം ഒരു ബാറിൽ കയറിയിരുന്ന് മദ്യപിച്ച ശേഷമാണ് അയാൾ കൂട്ടുകാരിയെ വിളിച്ചു വരുത്തി ബൈക്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് കൂട്ടുകാരിയെയും സഹോദരനെയും കൊലപ്പെടുത്തുന്നത്. വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം അതിൽ എലിവേഷൻ ചേർത്ത് കഴിച്ചതും അതിനുശേഷം കുളിച്ച് വസ്ത്രങ്ങൾ മാറ്റി പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഇത്രയും കൊലപാതകങ്ങൾ നടത്തി എന്ന് ഏറ്റുപറഞ്ഞത്. ഈ ഒരു മാനസികാവസ്ഥയാണ് നാം പരിശോധിക്കേണ്ടത്. കാരണം തൊഴിൽരഹിതരായ ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായിട്ടും ജോലി കിട്ടാത്ത യുവത്വം, സ്കൂളുകളിൽ തന്നെ ഉള്ള മയക്കുമരുന്നിൻ്റെ വ്യാപനം, സ്കൂൾ കുട്ടികളെ പോലും മയക്കുമരുന്നിൻ്റെ കാരിയറായി ഉപയോഗിക്കുന്ന അവസ്ഥ. ഇപ്പോൾ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും ജേക്കബ് ഉന്നൂസ് DGPയുമായിരുന്ന കാലത്ത് സ്റ്റുഡൻറ് പോലീസ് എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലുണ്ടാക്കി. എല്ലാ ക്യാമ്പസുകളിലും സ്കൂളുകളിലും സ്റ്റുഡൻറ് പോലീസ് വളരെ സജീവമായിരുന്നു. ആ സ്റ്റുഡൻറ് പോലീസിലൂടെ ഓരോ കലാലയത്തിലെയും സ്കൂളിലെയും ക്യാമ്പസിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും പോലീസിന് ലഭിക്കാനുള്ള ഒരു കുറുക്കു വഴി കൂടിയായിരുന്നു സ്റ്റുഡൻറ് പോലീസ്. അതുപോലെ തന്നെ അക്കാലത്തുണ്ടായ ജനമൈത്രി പോലീസ്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുമായി പോലീസിന് ബന്ധമുണ്ടായിരിക്കുക, അതായിരുന്നു ജനമൈത്രി പോലീസ്. ഓരോ പോലീസ് സ്റ്റേഷനിലെയും പോലീസും റെസിഡൻസ് അസോസിയേഷനും പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരുമെല്ലാം ഉൾപ്പെട്ട ഒരു സംവിധാനമായിരുന്നു ജനമൈത്രി പോലീസ്. ഇന്ന് സ്റ്റുഡൻറ് പോലീസും ജനമൈത്രി പോലീസും എല്ലാം തന്നെ പേരിന് മാത്രമാണ്. അവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കണം എന്ന് പ്രതിപക്ഷത്തായിരുന്ന കാലത്ത് പ്രസംഗിച്ച നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. കാലത്തിന്റെ കുത്തൊഴുക്കിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായപ്പോൾ ആ ആഭ്യന്തരം നന്നായി കൈകാര്യം ചെയ്യാൻ കോടിയേരി ബാലകൃഷ്ണന് കഴിഞ്ഞു. ഏത് കാര്യവും അന്നത്തെ DGP ആയിരുന്ന ജേക്കബ് ഉന്നൂസുമായി ചർച്ച ചെയ്ത് ഫലപ്രദമായി പോലീസിനെ നിയന്ത്രിക്കാനും ക്രമസമാധാനം നിലനിർത്താനും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും ആ ഭരണത്തിൽ കഴിഞ്ഞു. VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ 5 കൊല്ലം വലിയ പ്രശ്നമില്ലാതെ ഭരണം മുന്നോട്ട് പോയി. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കഴിഞ്ഞ 8.5 വർഷമായി പിണറായി സർക്കാരിൻ്റെ തുടർ ഭരണമാണ്. പോലീസിനെ പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചു. പോലീസിനെ നിയന്ത്രിക്കുന്നത് അതത് സ്ഥലത്തെ നേതാക്കളാണോ പാർട്ടിയാണോ എന്ന് ആർക്കും അറിയില്ല. പാർട്ടിക്കാർ പറയുന്നത് അവർ ശുപാർശ ചെയ്താൽ പോലും പോലീസ് കേൾക്കുന്നില്ല എന്നാണ്. അപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണോ, പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിയാണോ? പാർട്ടിക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കമാൻഡ് ഈ പോലീസിൻ്റെ മേലുണ്ടോ? പണ്ടെല്ലാം CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സെൽ ഭരണം എന്ന ആക്ഷേപം ഉയരാറുണ്ടായിരുന്നു. ഇന്ന് സെൽ ഭരണം എന്നാരും പറയുന്നില്ല. പക്ഷേ പോലീസ് പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആഭ്യന്തരം കൈയാളുന്ന പിണറായി വിജയനാണോ, പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിയാണോ, DGP? ഇപ്പോഴത്തെ ദർവേഷ് സാഹിബ്
വീണ്ടും 2 കൊല്ലം കൂടി നീട്ടിക്കിട്ടിയ ദർവേഷ് സാഹിബ് DGP എന്നുള്ള നിലയിൽ തൻ്റെ അധികാരം ഉപയോഗിക്കുന്നുണ്ടോ? IASകാരും IPSകാരും പെൻഷൻ പറ്റിയാലും സർവീസിൽ തുടരുന്ന ഒരവസ്ഥയുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ് കിഫ്ബിയുടെ CEO. മുൻ DGP ആയിരുന്ന ബെഹ്റയാണ് മെട്രോയുടെ MD. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയി പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്താനുള്ള അതോറിറ്റിയുടെ ചെയർമാനാണ്. മുൻ DGP ആയിരുന്ന സന്ധ്യ റിയൽ എസ്റ്റേറ്റ് സംവിധാനത്തിന്റെ ഒരു കമ്മിറ്റിയിലാണ്. അങ്ങനെ 30-33 കൊല്ലം സർവീസ് പൂർത്തിയാക്കി പുറത്തു പോകുന്ന IPSകാരെയും IASകാരെയും വീണ്ടും ലക്ഷക്കണക്കിന് പ്രതിഫലം നൽകി നിയമിക്കുമ്പോൾ അവർക്ക് കമ്മിറ്റ്മെന്റ് ആരോടാണ്? ജനങ്ങളോടാണോ സർക്കാരിനോടാണോ? ഇത്തരത്തിൽ കുത്തഴിഞ്ഞ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ബ്യൂറോക്രസിയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ ഭരണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇന്ത്യ ടുഡേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സർവേയിൽ വന്നിരിക്കുന്നത് UDF 110 സീറ്റിൽ വിജയിച്ച് അധികാരത്തിൽ വരുമെന്നാണ്. UDFന്റെ മികവ് കൊണ്ടല്ല അത് സംഭവിക്കുന്നതും ഭരണവിരുദ്ധ വികാരം ഒന്നുകൊണ്ട് മാത്രം. ഈ സർക്കാരിനെ ജനങ്ങൾ മടുത്തതുകൊണ്ട് 110 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ. ഈ സർവേ കണ്ട് മതിമറന്ന് ആര് മുഖ്യമന്ത്രി ആവണമെന്ന തർക്കത്തിൽ UDF നിർവീര്യമായില്ലെങ്കിൽ അതുതന്നെയാണ് സംഭവിക്കുക. അപ്പോൾ ഏതു കാലത്തും ഇടതുപക്ഷ ഭരണം മാറുന്നത് UDFന്റെ മെച്ചം കൊണ്ടല്ല, ഇടതുപക്ഷത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്, ഇടതുപക്ഷത്തിൻ്റെ ജനവിരുദ്ധമായ നടപടികൾ കൊണ്ടാണ് എന്നൊരിക്കൽ മുഖ്യമന്ത്രിയായപ്പോൾ AK ആന്റണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ UDF ഏത് കാലത്തും ഒരാൾക്കൂട്ടമാണ്, പ്രത്യേകിച്ചും കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒന്നിച്ചു കൂടുകയും ശക്തമായി ഇടതുപക്ഷത്തെ നേരിടുകയും ഇടതുപക്ഷ ഭരണത്തിനോടുള്ള വിയോജിപ്പിന്റെ മാത്രം ബലത്തിൽ ഭരണമാറ്റം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് കേരളത്തിൽ കണ്ടുവന്നിരുന്നത്. കോവിഡ് കഴിഞ്ഞ് നടന്ന ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ 2ാം വട്ടവും മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. അപ്പോൾ തുടർഭരണം ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തുടർഭരണം ഗുണം ചെയ്യില്ല എന്ന് 2ാമതൊരു ഭരണം കിട്ടിയപ്പോൾ തന്നെ പിണറായി വിജയൻ തെളിയിച്ചു കഴിഞ്ഞു. 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ ഇന്ന് പാർട്ടിക്ക് ഒരു MLA പോലുമില്ല. 30 കൊല്ലത്തോളം ഭരിച്ച ത്രിപുരയിൽ CPMന് ഇടതുപക്ഷത്തിന് ഒരു MLA പോലുമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ അത്ര കാലം പോലും വേണ്ടി വന്നില്ല എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ ഓരോ ദിവസവും അരങ്ങേറുന്നത്.